അപ്പോൾ ഗൈസ് ഇന്ന് ബാംഗ്ലൂർ ഒരു സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയിട്ടൊന്നും ഒരു തേങ്ങയിലൊരു കോപ്പുമില്ല. അപ്പോൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പുറത്ത് പോയിട്ട് ഫുഡ് മേടിച്ചിട്ട് ഇവിടെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ മുന്നേ ഇടുന്ന മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. ഒന്നുമില്ല, ഐലൈനർ, സൺസ്ക്രീൻ, പിന്നെ മസ്കാര, ഇതെല്ലാം വലിച്ചു വാരി തേച്ചതിന് ശേഷം ഞാനെന്നെ നോക്കിയിട്ട് പറയും, ഓഹ് എന്തല്ലേ കൊച്ചിനെ കാണാൻ നല്ല ലുക്കാണല്ലോ എന്ന് ഞാൻ എന്നോട് തന്നെ പറയും. അപ്പോൾ നമ്മൾ റൂമിൽ പുറത്ത് പോകുന്നതിൻ്റെ മുന്നേ നമ്മുടെ റൂമിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളെടുക്കും. പുറത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴക്കാറുണ്ട്. ഇപ്പം പെയ്യും എന്നുള്ള രീതിയിലിരിക്കുകയാണ്. അപ്പോൾ കടയിലെത്തി പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ബട്ട് പ്രോസസ്സിംഗ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. ചെറുതായിട്ടൊക്കെ ടെൻഷനായി, ബട്ട് ഇറ്റ്സ് ഓക്കെ, പെയ്ഡായി. അപ്പോഴാണ് ചില്ലിങ്കൂട്ടിലുള്ള നമ്മുടെ രതീഷ്, സതീഷ്, വാട്ട് എവർ ഇറ്റ് ഈസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്നോട് ഈ ചേട്ടൻ പറഞ്ഞു, ഇത് നല്ല പഴംപൊരിയാണ് മോളെ, കഴിച്ചു നോക്കുന്നത്. അപ്പോൾ ഞാൻ ചേട്ടാ രണ്ടെണ്ണം പോരട്ടെ. അപ്പോൾ ഞാനതെടുത്ത് കഴിച്ച് നോക്കി. നല്ല ചൂടൊക്കെ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല, നല്ല എനിക്കിഷ്ടമായി, പേഴ്സണലി എനിക്കിഷ്ടമായി. ഇതാണ് ഞാൻ കയറിയ ഹോട്ടൽ, നീലഗിരീസിൻ്റെ റൂമിന് തൊട്ടടുത്താണ് ഈ ഹോട്ടൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇവിടുത്തെ ഫുഡ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആണ്. പക്ഷെ ഇവിടെ ആൾക്കാർ ഓണേഴ്സ് മാറി മാറി വരുന്നതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ പട്ടി ഷോ, ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ കൊണ്ടുവന്നത് കഴിക്കുന്നതിനുള്ള പ്രിപ്പറേഷനിലാണ്. ഒരു ചിക്കൻ പീസ് എടുത്തു, പിന്നെ സാലഡും കൂട്ടി കഴിച്ചു. വാവ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ, വീഡിയോ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.